അവിടെ വെള്ളം പൊങ്ങും കേട്ടോ. ഇനി നീ അവിടെ നിൽക്കി, അവിടെ നിന്ന് പൊക്കണം വിട്ട്. അപ്പോൾ അവിടെ വെള്ളം പൊങ്ങും. 16-ാം നൂറ്റാണ്ടിൽ ബിൽഡ് ചെയ്ത ഒരു സംഭവമാണ് ഇത്. ആ സംഭവത്തിൽ ഇത് 1 of the 7 wonders of the വേൾഡിലുള്ള ഒരു സാധനമാണ്. എൻ്റെ മോനെ ആടെ എഴുതി വെച്ചേക്കണം ഇവിടെ. 1 of the 7 മേളികൂടെയാണ് ആ വെള്ളം വന്ന് ഒഴുകി മേളിൽ നിന്ന് താഴത്തേക്ക് ചാടുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഓരോ ചെറിയ ഗ്യാപ്പിൽ അവർ തന്നെ പോകണ്ടേ കേട്ടോ. ഈ വെള്ളം ഇതിൽ കൂടെ തന്നെയാണ് പോകുന്നത്. കണ്ടില്ലേ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കണേ വില്ല ദെ എസ്തെ എന്ന് പറഞ്ഞ ഒരു വില്ലക്കകത്താണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ റോമിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തിവോളി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വില്ല ദെ എസ്തെ എന്ന് പറയുന്ന ഒരു വില്ലയ്ക്കുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൽ 16th സെഞ്ച്വറിയിൽ നിർമ്മിച്ച ഒരു വില്ലയാണിത്. എന്ന് പറഞ്ഞാൽ റോമിലെ സമ്മർ ഹീറ്റിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നിർമ്മിച്ച ഒരു വില്ലയാണിത്. അപ്പം ഇതിൻ്റെ ആർക്കിടെക്റ്റിൻ്റെ പേര് പീറോ ലിഗോറിയോ എന്ന് പറഞ്ഞൊരു ആർക്കിടെക്റ്റാണ് ഈ ഒരു വില്ല നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ വില്ലയിലെ കൂടുതൽ കാഴ്ചകളിലായിട്ടും കാര്യങ്ങളിലായിട്ടൊക്കെ പോകാം. ഞങ്ങളിപ്പോൾ എൻട്രൻസിൽ ടിക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം എടുത്തു. 12 euro ആണ് നമുക്കിവിടെ കയറാൻ വേണ്ടി ടിക്കറ്റിന് ചാർജ് വരുന്നത്. അപ്പം ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്ത് കയറി ഇപ്പോൾ നമ്മളുള്ളത് ഇതിൻ്റെ അകത്തളം പോലത്തെ ഒരു സംഭവത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇവിടെ കുറേ ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ, എലീസ, അതുപോലെ ചിന്നു ഉണ്ട്, പ്രണവുണ്ട്. ഞങ്ങൾ 4 പേരുണ്ട് ഇതിൻ്റെ ഉള്ളിട്ട് കയറാൻ പോകണം. അപ്പോൾ നമ്മൾ മെയിൻ ഡോറിൽ നിന്ന് കടന്നു വന്നതിന് ശേഷം ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇവിടെ ആയിരിക്കും എല്ലാവരും കൂടെ ഗ്യാദർ ചെയ്യുന്നൊരു ഏരിയ. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയാണ് നമുക്ക് എൻട്രൻസിലോട്ട് അകത്തേട്ട് കാഴ്ചകളിലോട്ട് പോകണ്ടേ. ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക വില്ലയായിരുന്നു. ഇപ്പോൾ ഈ സംഭവം എന്താ പറയുക ഒരു മ്യൂസിയമായിട്ട്, ഒരു ഇറ്റാലിയൻ മ്യൂസിയമായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. മാത്രമല്ല ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മളിതിൻ്റെ ഉള്ളിൽ വന്നിട്ട് കുറേ ടൈപ്പ് ഓഫ് ഡ്രോയിങ്സ്, പെയിൻറ്റിങ്സ് ഒക്കെ ഇതിൻ്റെ മേൽഭാഗത്തും പല ഇടങ്ങളിലായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ ആരൊക്കെയാണ് എന്തൊക്കെയാണോ ഇതൊന്നും എനിക്കറിയാൻ പാടില്ല. കൂടുതൽ ഈ വില്ല ഒരുപാട് ഫേമസ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ ഒരുപാട് റീസൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മലഞ്ചെരുവിൽ നിൽക്കുന്ന ഒരു വലിയൊരു വില്ല എന്നുള്ളൊരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇത്രയും ഫേമസ് ആയിട്ട് നിൽക്കുന്നത്. കണ്ടില്ലേ, ഇത്രയും സ്റ്റീപ്പായിട്ടുള്ള താഴ്വരകളും ഒരുപാട് ഫൗണ്ടെയിൻസും ഗാർഡനുകളും എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു വില്ല എന്നുള്ളൊരു സംഭവം. എന്ന് പറഞ്ഞാൽ സാധാ രീതിയിൽ ചുമ്മാ ഒരു വില്ല എന്നുള്ള ഒരു റെസിഡൻസ് എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവമേ അല്ല ഇത്. ഒരുപാട് ഡ്രോയിങ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും, ഒരുപാട് കൊത്ത് പണികൾ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വില്ല ദി എസ്തെ എന്ന് പറഞ്ഞ ഈ ഒരു വില്ലയുടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന റിനൈസൻസ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ ഒരു രീതിയിലാണ്. റിനൈസൻസ് ആർക്കിടെക്ചർ എന്നാണ് ഈ ഒരു രൂപകൽപ്പനയ്ക്ക് പറയുന്നത്. അത്തരത്തിലൊരു രൂപകൽപ്പനയാണ് ഈ ഒരു വില്ല ചെയ്ത് വെച്ചേക്കുന്നത്. കണ്ടില്ലേ, 16-ാം നൂറ്റാണ്ടിൽ ഇത്രയും കഴിവുള്ള കലാകാരന്മാരുണ്ടായിരുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. എൻ്റെ പൊന്നെ, മൂട് സംഭവം. അവിടെ പ്രണവേ ബാ അത്തേക്ക് വാ. ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഈ ഒരു സംഭവം കാണാനായിട്ട്. എല്ലാ മുറികളിലും ഇതുപോലെ വേറെ തട്ടുകളുണ്ട്, അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക്. ഇതൊക്കെ എങ്ങോട്ടേക്ക് പോകുന്ന തട്ടുകളാണെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഇതൊക്കെ ലോക്ക്ഡാണ്, എല്ലാം പൂട്ടിയേക്കുന്നതാണ്. ഇത് എല്ലാ മുറികളുടെ മുകളിൽ ഇതുപോലെ ശില ആർട്ട് വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ഭംഗിയുള്ളൊരു സംഭവമാണ്, അത്ര മനോഹരമാണ് കേട്ടോ. അതുമാത്രമല്ല, ഏതൊരു ബാൽക്കണിയിൽ അല്ലെങ്കിൽ ഏതൊരു വിൻഡോയുടെ സൈഡിൽ ചെന്നാലും നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റീപ്പായിട്ടുള്ള മലയുടെ മേളിൽ നിന്ന് താഴത്തേക്കുള്ള കാഴ്ചകളാണ്. മനോഹരമായിട്ടുള്ള ഗാർഡനുകളും ഫൗണ്ടെയിനുകളും എല്ലാം കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്കിവിടെ ഒരു ഓപ്പണായിട്ടൊരു ബാൽക്കണി പോലത്തെ ഒരു സംഭവം കൂടി ഉണ്ട്. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം, പക്ഷേ അത് ക്ലോസ്ഡ് ആണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കി, 16-ാം നൂറ്റാണ്ടിൽ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആളെ പതിയില്ല, അവിടെ നിന്നിട്ട് അങ്ങോട്ടേക്ക് നോക്കുന്ന ആ ഒരു മൂടൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു വേറൊരു ഫീലിംഗ് അല്ലേ. ഇവിടെ അടിയിലേക്കല്ലേ മൂട് സംഭവം കേട്ടോ, ഭയങ്കരമാണ്. നമ്മളിപ്പോൾ കണ്ട ഈ ഒരു പർട്ടിക്കുലർ ഇതില്ലേ, ഈ ഒരു നമ്മുടെ ഈ കാണുന്ന ഈ സംഭവത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വില്ലയുടെ ഇവിടെ നിന്ന് തൊട്ടുള്ള എല്ലാ കാഴ്ചകളും മുന്നോട്ടുള്ളത് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഈ കാണുന്ന ബാൽക്കണി. ഞാൻ ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു ഈ വില്ലയുടെ ഒരു മെയിൻ ബാൽക്കണി ആവാനാ സാധ്യത എന്നുള്ളത് എൻ്റെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടായിരുന്നു. അപ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മളിപ്പോൾ വായിച്ചപ്പോഴാണ് മനസ്സിലായി. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് വിസിബിളി കാണാൻ പറ്റുന്ന ഒരു സംഭവം എന്നുള്ളത് അവർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. കാരണം നമ്മളിത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട്. അതുമാത്രമല്ല, ഇവിടെ ഓരോ ഈ പെയിൻറ്റിങ്സും അതുപോലെ തന്നെ ഈ ചെയ്തു വെച്ചിരിക്കുന്ന ആർട്ട് വർക്കിൻ്റെ എല്ലാത്തിൻ്റെ അടിയിൽ ഇതുപോലെ പല അക്ഷരങ്ങളില്ലേ എന്ന് വെച്ചാൽ ഇവിടെ റോമൻ ലെറ്റേഴ്സിൽ പല വാക്കുകൾ ഇതിനെ എഴുതി വെച്ചിട്ടുണ്ട്.
അപ്പം ഇത് നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ല എന്താ എഴുതിയേക്കുന്നത് ഏതാണെന്നുള്ളത് നമുക്ക് ഐഡിയ ഉണ്ടാവില്ല. പക്ഷേ ഇത് വരച്ച കലാകാരന്മാർ അന്ന് അല്ലെങ്കിൽ ചെയ്ത കലാകാരന്മാർ അന്ന് ചെയ്തു വെച്ചേക്കുന്ന എന്തൊരു സംഭവമാണ്. ഉള്ള സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ടായി, അത് കൺസ്ട്രക്ഷൻ കാരണം മാറ്റിയേക്കണേ. അപ്പോൾ ഇവിടെ എന്തോ എക്സിബിഷൻ അണ്ടർ കൺസ്ട്രക്ഷൻ, അപ്പോൾ അത് ഇവിടെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കം ചെയ്തിട്ടുണ്ട്, മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ നമ്മൾ കുറേ ബോക്സുകൾ കാലിയിട്ടുണ്ട്. അതുപോലെ പല ബോക്സുകളിൽ ഇതുപോലുള്ള അവശേഷിപ്പുകൾ തിരിച്ച് ഇതുപോലെ ആളുകൾക്ക് കാണാൻ വേണ്ടി വെച്ചിട്ടുള്ള ബോക്സുകളായിരുന്നു. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ നിലവിലില്ല, ഉണ്ട്, പക്ഷേ എല്ലാം അവർ മാറ്റിയിരിക്കുകയാണ്. കാരണം ഇവിടെ എന്തോ എക്സിബിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് നടക്കുന്നതുകൊണ്ട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു ബാൽക്കണി ചെന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ബ്രത്ത് ടേക്കിംഗ് ആയിട്ടുള്ള വ്യൂസാണ്. നമ്മൾ എവിടെ ചെന്നാലും കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളുടെ കയ്യിലൊരു മാപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ മാപ്പും വെച്ചുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നുകൊണ്ടിരിക്കണേ. നോക്കിയേ, നമ്മൾ അവിടുന്ന് കണ്ടു കണ്ടോ, അവിടെ ചെറിയൊരു വാട്ടർഫാൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒന്ന് സൂം ചെയ്ത് നോക്കട്ടെ. കണ്ടോ, അവിടെ ചെറിയൊരു കുഞ്ഞൊരു ഫൗണ്ടെയിൻ, അവിടെ ഒരു ലേഡി. നമുക്ക് അങ്ങോട്ടേക്കൊക്കെ ഇറങ്ങി പോകാൻ പറ്റുമോ? നമ്മൾ അങ്ങോട്ടേക്കൊക്കെ പോകുന്നുണ്ടേ. അടിപൊളി. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഗാർഡൻ ഉണ്ടെന്ന് പറഞ്ഞത്. നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോവാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് വേണം നമുക്ക് താഴത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. എല്ലാം വുഡൻ വർക്കുകളൊക്കെ ഉണ്ട്, ഫുള്ള് വുഡാണ്. ഇതിനകത്തൊക്കെ എത്ര വുഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടാവും, സ്കൂസ, എത്ര വുഡ്സ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും എന്ന് ചിന്തിച്ച് വയ്ക്കുന്നെങ്കിൽ. ഇത് ഇവിടെ ഒരു ചെറിയൊരു സംഭവം, ഇതിന് മെയിനായിട്ട് ഒരു സംഭവമുണ്ട്, പക്ഷേ ഇത് ക്ലോസ്ഡ് ആണ്. എന്താ സംഭവം എന്നറിയില്ല. ഇവിടെയും നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റത്തില്ല, നോ എൻട്രി എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ കണ്ടില്ലേ, ഇതൊക്കെ ഓക്കെ, ഇത് നമ്മൾ കയറി വരുന്ന ഇത് നമ്മൾ കയറി വരുന്ന ഒരു സ്പേസാണ്. അവിടെ നിന്ന് അതിക്കടെയാണ് നമ്മൾ കറങ്ങിയാണ് നമ്മൾ വരുന്നത്. പിന്നെ ആടെ മമ്മിഫിക്കേഷൻ പോലത്തെ ചെയ്യണ പെട്ടിയൊക്കെ അല്ലേ, പണ്ടത്തെ ശവപ്പെട്ടി പോലത്തെ സംഭവമൊക്കെ കണ്ട എൻ്റെ മോനെ. നമ്മൾ ഇവിടെ നിന്ന് താഴത്തേക്ക് ഒരു സ്റ്റീപ്പാണ്, ഭയങ്കര സ്റ്റീപ്പാണ്. അത്തേന്തി നല്ല സ്റ്റീപ്പായിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് ശ്രദ്ധിച്ചിറങ്ങണോട്ടോ ഈ സ്റ്റെപ്പ്, ഇത് ഭയങ്കര സ്റ്റീപ്പാണ്, വീഴും. നമ്മളിവിടെ ഇറങ്ങി താഴത്തേക്ക് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് അത് ഇവിടെ മേളിൽ ഇതുപോലെ തന്നെ കുറേ സംഭവങ്ങൾ. ഇതൊക്കെ എന്ത് വർക്കാണ് ചെയ്തേക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അവിടെ ഒരു ഏഞ്ചലാണ്, എന്താണ് ഒരു മറ്റേ ഫ്ലൂട്ട് വായിക്കുന്ന പോലത്തെ എന്തോ ഒരു സംഭവം, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇതുപോലെ കണ്ടോ, ഇതൊക്കെ കല്ല്, ഓരോ കളറിലുള്ള കല്ലിന് ചെയ്തേക്കുന്നതാണോ പെയിൻറ്റ് ചെയ്തേക്കുന്നതാണോ എന്താണെന്നൊരു ഒരു ഐഡിയ കിട്ടുന്നില്ല. അതുപോലെ ഇവിടെയൊക്കെ ചെന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കണ്ടില്ല, ഇതുപോലെ ഓരോ വർക്കുകളാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഞെട്ടിപ്പോവും അത്തരത്തിലുള്ള സംഭവങ്ങൾ. ഈ ഒരു ഹാള് പോലത്തെ ഈ ഒരു സംഭവത്തിൻ്റെ അതിൻ്റെ ഒരു വീതി ഒന്ന് നോക്കി എത്ര വലുതാണെന്നുള്ളത് കണ്ടില്ല. ഇവിടെയൊക്കെ ഓരോ വർക്കുകളാണ്. ഇതൊക്കെ എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും അതൊക്കെ നശിച്ചു പോയിട്ട് അതിൻ്റെ ബാക്കിയുള്ള എന്താ പറയുക, ബാക്കി റിമൈനിങ്സ് ആയിരിക്കും ചിലപ്പോൾ. ഇതൊക്കെ അറിയത്തില്ല എനിക്ക്. ഇവിടെയൊക്കെ അതെ, ഇവിടെയുള്ള ചിലപ്പോൾ ഈ കണ്ട ഒരുപാട് ഡ്രോയിങ്സ് ഉണ്ട്. അതുപോലെ ഈ ഡ്രോയിങ്സിനൊക്കെ പലതരത്തിലുള്ള അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒന്നും നമുക്കറിയത്തില്ല. ഇത് ചിലപ്പോൾ ഇതിൽ വാട്ടർ ഫൗണ്ടൈനും ഉണ്ടായിരുന്നു തോന്നുന്നു. വെള്ളം ചാടിക്കൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നോ എന്നൊരു സംശയം, ഇല്ല എന്നില്ല. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതുണ്ട്. ഇത് എത്ര വലുതായി സംഭവമാണെന്ന് ആലോചിച്ച് നോക്കി. എത്ര ആൾക്കാരുണ്ടായിരുന്നിരിക്കും ഇതിൽ ജീവിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരാളുണ്ടായിരുന്നു ഒന്നും നമുക്കറിയത്തില്ല, ഒരു പിടിയും കിട്ടുന്നില്ല. നമ്മളിത് ഇവിടെ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആർട്ട് വർക്ക് ഉണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം നമ്മളിത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതുപോലെ കുറേ ഡ്രോയിങ്സ് ഇതുപോലെ നമ്മളിവിടെ കണ്ടു. പക്ഷേ എനിക്ക് ആദ്യം പിടുത്തം കിട്ടിയിട്ടില്ല. ഇത് ഈ വില്ലയുടെ തന്നെ പല ഭാഗത്തു നിന്നുള്ള മറ്റേ കാഴ്ചകൾ കറക്റ്റായിട്ട് ഓരോ കലാകാരന്മാർ ഇതിൽ വരച്ച് വെച്ചേക്കുന്ന പിക്ചറാണ് ശരിക്കും പറഞ്ഞാൽ. ആ കാലത്തിൽ 16-ാം നൂറ്റാണ്ടിൽ അവർ വരച്ച ഇതുപോലെയുള്ള ഈ ബാൽക്കണിയിൽ നിന്ന് ഈ വില്ലേനെ വില്ലേന്ന് കാണുന്ന കാഴ്ചകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ മൊത്തം ചിത്രങ്ങളായിട്ട് പകർത്തി വെച്ചേക്കുന്നത്. എനിക്കത് ആദ്യം അത്രയും എനിക്ക് മനസ്സിലായില്ലായിരുന്നു കേട്ടോ ഇത് ഈ സംഭവമാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ആളൊരു കാളയുടെ കൊമ്പിലോ പിടിച്ചിട്ട് ഇതാക്കുന്ന അങ്ങനെ ഇതൊക്കെ പണ്ട് ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളുടെ പിക്ചേഴ്സും കാര്യങ്ങളും കണ്ട്. ഇതെല്ലാം ഇവിടുത്തെ പഴയ ആ ഒരു സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ കാണിച്ചേക്കുന്നതൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു മുറിയിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ആർട്ട് വർക്കിൻ്റെയൊക്കെ ഒരു വേറെ ലെവലെന്ന് വേണമെങ്കിൽ തന്നെ പറയണം. കണ്ടില്ലേ, ഇതൊക്കെ ഈ വില്ല അല്ലടാ, ഈ വില്ലയുടെ ഈ വ്യൂന്ന് ഇതിൽ നിന്ന് കാണുന്ന സംഭവങ്ങളും കാര്യങ്ങളും തന്നെയാണ് ഇത് കംപ്ലീറ്റ്. കണ്ട് ഇതിന് മുകളിലൊക്കെ എത്ര ഭയങ്കരമായിട്ടുള്ള ആർട്ട് വർക്കുകൾ ചെയ്ത് വെച്ചിരിക്കുന്ന നോക്കിയാൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ആർട്ട് വർക്ക്സ്.
അത് ഫോസിൽസ് ആണത്. അത് പോയതായിരിക്കും. അത് തന്നെ ഞാനും അത് മൊത്തം ബാക്കിയുള്ള റിമൈനിങ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, എന്തെങ്കിലും സംഭവമായിരിക്കും. എൻ്റെ മോനെ അതുപോലെ ഇവിടെ ഒരു സംഭവമുണ്ട്. ഇവിടെ ഒരു ഗൈഡ് ഇപ്പോൾ ഒരാൾക്ക് കാണിച്ചു കൊടുത്തിട്ട് മനസ്സിലായത് ഇവിടെ കിടന്നിട്ട് ഇത് കാണണം എന്നുള്ള രീതിയിൽ. നമുക്കൊന്ന് കിടന്നിട്ട് കണ്ടു നോക്കിയാലോ? കിടന്നിട്ട് കാണാനോ? കുഴപ്പമില്ലല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കണ്ടേ? ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കിടക്കണ്ടേ? എന്നാൽ ഞാൻ ഒന്ന് കിടന്നു നോക്കട്ടെ. ഞാൻ കിടക്കട്ടെ. ശരി കേട്ടോ. ഇതിപ്പോൾ ശരിക്കും ഞാനിത് ഇവിടെ ഇങ്ങനെ കിടന്നിട്ടുള്ള സംഭവമാണ്. ഇവിടെ നിന്ന് മുകളിലായിട്ടുള്ള പിക്ചർ നോക്കിയാൽ നിങ്ങൾ ആ ഒരു ഇമേജ് കംപ്ലീറ്റ് ആയിട്ട് കാണിയത് ഇങ്ങനെ ഈ ബെഡിൽ ഇവിടെ ഇങ്ങനെ കിടന്ന് കാണണം. മൂഡ് സംഭവം വേണ്ടാ. ഇതൊക്കെ എന്താ ആർട്ട് വർക്കല്ലടാ, ഭയങ്കര സംഭവം. റീസ്റ്റോർ ചെയ്തേക്കൊണ്ട് നിൽക്കണമായിരിക്കും. പക്ഷെ എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കി. എടാ ഇത് പകുതിയും നമുക്ക് കാണുന്നത് പെയിൻറ്റിങ്ങിൽ ഷാഡോ ചെയ്തേക്കുന്നതൊന്നുമല്ല, അതെല്ലാം കൊത്തിയേക്കുന്നതാണ്. ഫുള്ള് കംപ്ലീറ്റ് കൊത്തുപണി. അത് ഇവിടെ ഒരു ചക്രം പോലത്തെ സാധനം കാണില്ലേ, ഇതൊക്കെ ഫുള്ള് കൊത്താണ് എല്ലാം കണ്ടിരിക്കുന്നത്. പക്ഷെ തൊടാൻ പറ്റില്ലല്ലോ നമുക്ക്. ഇതിലൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഇതൊക്കെ ഫുള്ള് കൊത്തും. അതുപോലെ തന്നെ അല്ലടാ പെയിൻ്റ് ഉണ്ട്, പക്ഷെ ചെറിയ കൊത്ത്. ആ കൊത്തിൽ പെയിൻറ്റ് ചെയ്ത് ആ രീതിയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഈ വില്ലേന്നുള്ള വ്യൂ ആയി. താഴത്തെ ഫൗണ്ടൈൻ അല്ലേ ഇത് ആ കാണണേ? കിട്ടുന്ന സംഭവം അടിപൊളി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറത്ത് ഈ ബാൽക്കണിയിലായിട്ട് പയ്യെ ഇറങ്ങി ഇവിടെ പുറത്തെത്തി. എൻ്റെ മോനെ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്ത വ്യൂ. അവിടെ സീൻ വ്യൂ. ഇതാണ് വ്യൂ. മൂഡ് സംഭവം. 16-ാം നൂറ്റാണ്ടിൽ ഇവിടെ താമസിച്ചിരുന്ന പുള്ളി എന്ത് കാഴ്ചപ്പാട്, എന്ത് ചിന്താഗതി ഉണ്ടായിരുന്ന മനുഷ്യനാണെന്ന് ചിന്തിച്ച് നോക്കി. ഇത്തരത്തിലുള്ളൊരു സാധനം ഇവിടെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും. അപ്പോൾ ഇങ്ങനത്തെ തരത്തിലുള്ള ഈ ഒരു ആർക്കിടെക്ചറിനെയാണ് റിനൈസൻസ് ആർക്കിടെക്ചർ എന്നാണ് ഈ ഒരു ആർക്കിടെക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു രൂപകൽപ്പനയുടെ പേരാണ് റിനൈസൻസ് ആർക്കിടെക്ചർ. പക്ഷേ ഞാൻ ഇങ്ങനെ പലയിടത്തും വായിച്ചിട്ടൊക്കെ ഉണ്ടോ റിനൈസൻസ് ആർക്കിടെക്ചർ എന്നൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് പ്രോപ്പർ അത് സംഭവം അന്നത്തെ കാലത്തെ എയർ ഹോളാന്ന് തോന്നുന്നു കേട്ടോ ഇതൊക്കെ. ഇത് ഇന്നത്തെ കാലത്തെ ഇന്നത്തെ കാലത്തെ. അപ്പം എനിക്ക് പേഴ്സണലി എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് ഏത് തരത്തിലുള്ള രൂപകൽപ്പന, ഈ ഒരു ആർക്കിടെക്ചർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കതിനെപ്പറ്റി അത്ര ധാരണയില്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതുപോലെ ഇതൊക്കെ വന്ന് നമ്മൾ കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് പിടുത്തം കിട്ടുന്നത് ഇങ്ങനെയൊക്കെയാണ് സംഭവം. കണ്ടോ അത് ഈ ഒരു വില്ലയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു പിക്ചറിൻ്റെ ഒരു സംഭവമാണ്. നമ്മൾ ആദ്യം കണ്ട ആ ബാൽക്കണി നിങ്ങൾ ആദ്യം കണ്ടില്ലായിരുന്നോ? ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങി വന്ന ബാൽക്കണി ഈ താഴത്ത്. നമ്മൾ ആദ്യം കണ്ട ബാൽക്കണി ഈ മേളിലായിരുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ താഴത്തേട്ട് ഇറങ്ങിയിട്ട് ഇതുവഴി നടന്നാണ് ഈ ഹാളിലെത്തിയിട്ട് ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഈ ഇതികൂടെ പുറത്തോട്ട് ഇറങ്ങിയത്. കണ്ടാ ഇത് ഈ വഴി ഇനിയുണ്ടല്ലോ താഴത്തേക്ക്. ഇത് ഭയങ്കര വലിയ സംഭവമാണ്. നമ്മൾ വിചാരിക്കുന്ന ലെവലിലുള്ള സംഭവമല്ല. ഭയങ്കര ഇവിടെ ഇതെന്താ ബാറാണോ? കോഫി കുടിക്കാൻ പറ്റുമോ? ഇത്തരത്തിലൊരു സംഭവം ഉണ്ടോ? കംപ്ലീറ്റ് ഇതുപോലെ ചെടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത്. ഇതെന്ത് സംഭവമാടാ, ഒരു രക്ഷയില്ലല്ലോ. ഇതേല അവിടെ എന്തോ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് കൂടെ ഒന്ന് നോക്കട്ടെ. എന്ത് സംഭവം ഇതിവിടെ ഉള്ള ഓരോ സംഭവങ്ങളിലാണ്. പ്ലാനിമെത്രിയ ദെൽ ജർദിൻ. ഇവിടുത്തെ ഗാർഡൻ്റെ ഇതിലുള്ള ഓരോ ഫൗണ്ടെയിനുകളുടെ ഇതൊക്കെയാണ് ഇതിൽ എഴുതിയേക്കുന്നത്. ഇവിടുത്തെ ഗാർഡൻ്റെ ഒരു ഡിസൈനാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇതിൽ ഓരോ നമ്പേഴ്സ് ഇട്ടിട്ട് ഓരോ ഫൗണ്ടെയിനും ഓരോ പേര് വീതം കൊടുത്തിട്ടാണ് അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫൊന്താന ദെൽ ബിക്കേറോണെ എന്നൊക്കെ പറഞ്ഞു. 1, 2, 3, 4 എന്ന് പറഞ്ഞ് എത്ര എണ്ണം ഉള്ളത്? 11. മൊത്തം 11 ഫൗണ്ടെയിൻ ഈ ഒരു ഗാർഡൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഇപ്പോൾ അതിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണേ. ഇവിടെ ഒരു ചെറിയൊരു ബാറൊക്കെ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് ക്ഷീണിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വന്ന് നമുക്കൊരു കാപ്പിയൊക്കെ കുടിക്കാം. എടാ ഇത് ഇവിടുത്തെ വിൻ്റർ ടൈമിലേ അല്ലേ? മോനെ നമുക്കിവിടെ വിൻ്ററിൽ വരണം കേട്ടോ. കൂടി സാധനമായിരിക്കും. ഇതിവിടുത്തെ പഴയ റൂമുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ ഫോട്ടോസും കാര്യത്തിലൊക്കെ കാണിക്കും. ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ഫാമിലീസൊക്കെ ആയിരിക്കും. അറിയാൻ പാടില്ല. അത് പിന്നില്ലേ പഴയ ആ ഒരു ടി വി സംഭവത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ. അതെ കാറ് ഇതൊക്കെ ഏത് ക്യാമറയിൽ എടുത്ത വീഡിയോ ആയിരിക്കും. അതൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ കൂട്ടായൊക്കെ ഉണ്ടല്ലോ. അല്ല പക്ഷെ അത് ഇയർ കാണിക്കുന്നുണ്ട്.
1775 എന്താ അല്ല 1975 ആ ടൈമിൽ അങ്ങനെയുണ്ട്. പഴയ ആ ടൈമിൽ ഇതൊക്കെ പണ്ടത്തെയാണ്. ഇതൊക്കെ ഈ ടി വിയിൽ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നല്ല രസമുള്ള പരിപാടിയാണ് കേട്ടോ അല്ലേ. പണ്ടത്തെ ആ ഇവിടെ വന്നിരുന്നിട്ട് നമ്മൾ പഴയ ആ ഓർമ്മകൾ കാര്യങ്ങളൊക്കെ ഇതിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ ഇതുപോലെ തന്നെ ഈ കാസ്റ്റിൽ വിസിറ്റ് ചെയ്തിട്ടുള്ളവരാണോ അതോ ഇവരുടെ ഇനി റിലേറ്റീവ്സോ അങ്ങനെയുള്ള ആളുകളാണോ എന്താണെന്നല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥരോ അങ്ങനെയുള്ള ആളുകളാണോ എന്താ സംഭവം എന്ന് അറിയത്തില്ല. ഇവിടെ ഒരുപാട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇറങ്ങി വന്നിട്ട് നടന്നു വന്നത് ഈ കാണുന്ന ഈ സ്ഥലത്ത് നിന്ന് ഈ സ്റ്റെപ്പിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. നമ്മളവിടെ ആ മാപ്പിൽ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇവിടുത്തെ ഈ ബാറിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ആ ടൈമിൽ പലരും ഇവിടെ വന്നിട്ട് ഇരുന്നിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരോ ഇത് ഈ വില്ല സംബന്ധമായിട്ട് ബന്ധമുള്ള ആളുകളോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആളുകളായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും സംഭവങ്ങളായിരിക്കാം. ഇവരുടെയൊക്കെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കാണാവുന്നതാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ ഇത്രയും പഴയ ഒരു ടൈമിലേക്ക് പോയിട്ട് ഇവിടുത്തെ ഈ ഇങ്ങനെയുള്ള ഇത്രയും നമ്മൾ ആലോചിച്ച് നോക്കി 1900 അതിനൊക്കെ മുന്നത്തെ ആ കാലത്ത് നമുക്കതിനെപ്പറ്റി ചിന്ത അറിയത്ത് പോലുമില്ല. ആ സമയത്തുള്ള ഫോട്ടോസും കാര്യങ്ങളും ഇതുപോലെ ഇതൊക്കെ ഇവിടെ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തേക്കടെയാണ് ഇവർ നടന്നതെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്ത് മൂടല്ലേ ഇത് ആ സമയത്തെടുത്ത സിനിമയാണ്. ആ സിനിമയാണ് ഇത്. ആ ഓക്കെ, ഇത് പഴയ ഹിസ്റ്റോറിക്കൽ മൂവീസാണ്. 1930 തൊട്ട് 1978 ടൈമുകളിൽ ഇറങ്ങിയിട്ടുള്ള ഈ വില്ല ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സിനിമകളാണ് ഈ ടി വികളിൽ ഇതുപോലെ ഇങ്ങനെ പ്ലേ ചെയ്യണ പോലെ കാണിച്ചുകൊണ്ടിരിക്കണേ. ഓ, ഇപ്പോഴാണ് മനസ്സിലായി സിനിമയുടെ പേര് ഏത് വർഷമാണ് ഇറങ്ങിയത് ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് എഴുതിയത്. എനിക്കത് മനസ്സിലായില്ലായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം വേറെ സംഭവം എന്ന് വിചാരിച്ചത്. ഇപ്പോൾ എലീസ് പറഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം പിടുത്തം കിട്ടണേ. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഒരു ബാറ് സാധനമൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വെള്ളമോ കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇനി നേരെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് ഇതിൻ്റെ താഴെ ഒരു ഗാർഡൻ ഉണ്ടെന്ന് പറഞ്ഞു, അങ്ങോട്ടേക്ക് പോകാൻ നിർത്തണ്ട. ഗാർഡനിലായിട്ടല്ലേ ബേബി പോണേ? എവിടെയത്? ആ, ഇവിടെ ഒരു കിടലുണ്ട്. ഏതോ ഒരു പള്ളിയിലെ മണിമുഴക്കം ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് താഴെ നല്ല വ്യൂ ഉണ്ട്, നമുക്ക് താഴത്തേക്ക് പോവാം. അടിപൊളി വ്യൂല്ലേ. അടിപൊളി. ഇവിടെ താഴെ കണ്ടില്ലേ ആ ഗാർഡൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇതാണ് ഈ ഒരു പർട്ടിക്കുലർ വില്ല ദെ എസ്തേ എന്ന് പറഞ്ഞ ഈ സംഭവത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്ന സംഭവം ഇതാണ്. കാരണം വേറൊന്നുമല്ല, ഇതിൻ്റെ ഉള്ളിൽ ഇതിനെ ഇത്രയും മനോഹരവും ഇത്രയും വ്യത്യസ്തമാക്കുന്നത് വേറൊന്നുമല്ല. ഇതിൻ്റെ ഉള്ളിലുള്ള ഇത്രയും ഫൗണ്ടെയിൻസ്, ഇതിൻ്റെ ഉള്ളിലുള്ള ഗാർഡൻസ്, ഇതിൻ്റെ ഉള്ളിലുള്ള ആർക്കിടെക്ചർ, ഇതിൻ്റെ ഉള്ളിലുള്ള ആർട്ട് വർക്കുകൾ, ഇതെല്ലാം തന്നെയാണ് ഈ ഒരു പർട്ടിക്കുലർ വില്ല ദെ എസ്തേ എന്ന് പറഞ്ഞ ഈ സംഭവത്തിന് ഒരു എന്താ പറയുക വേറൊരു രീതിയിൽ മാറ്റി നിർത്തുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമാക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. നേരെ ഇവിടുത്തെ ഗാർഡനിലോട്ട് ഇറങ്ങാൻ വേണ്ടി താഴത്തേട്ട് നടക്കുവാണ് സുഹൃത്തുക്കളെ. കണ്ടോ എത്ര താഴെ നോക്കിയത്. ഇത് മൊത്തം ഒരു എത്ര ഏക്കർ സ്ഥലം കാണൂടാ? 100 ഏക്കർ കൂടുതലുണ്ട്. 100 ഏക്കറൊന്നും അല്ല ഉള്ളത്. ഒരു എന്തായിരിക്കും ഭയങ്കര സംഭവം തന്നെയാണ്. കണ്ടേ ഇവിടെ നിൽക്കുക. അവിടെ അത് കൊള്ളാലോ. അവിടെ അവിടെ നിൽക്കി കഴിഞ്ഞാൽ ഇവിടെ വരുന്നു. അതെ വന്നു റിയലി ഗുഡ്. അവിടെ സൈഡിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പുറ സൈഡിൽ വരും. ഇവിടെ സൈഡിൽ പൊങ്ങും. അത് തന്നെ അവിടെ വെക്കുമ്പോൾ ഇവിടെ പൊങ്ങും. പ്രണവേ രസമാണ്, മനസ്സിലായോ? ഇത് തീരെ ഫൗണ്ടൈനാണല്ലോ. ഇവിടെ നിൽക്കുമ്പോൾ അവിടെ വെള്ളം പൊങ്ങും, അവിടെ നിൽക്കുമ്പോൾ ഇവിടെ വെള്ളം പൊങ്ങും. കണ്ടത് ഇപ്പോൾ അവിടെ പുള്ളിക്കാരി അവിടെ സെറ്റ് ചെയ്ത് ഇവിടെ വെള്ളം പൊങ്ങിയതാണ്ട. യെസ്, ഇറ്റ്സ് ഡിഫറെൻറ്റ്. വൺസ് യു ക്ലോസ് ഇറ്റ്സ് ലൈക്ക് ദിസ്. കണ്ടോ? താങ്ക് യു. ഇത് കണ്ടില്ലേ? അത് ഇവിടെ ഒരു സൈഡിൽ ഫൗണ്ടൈനിൽ ഞെക്കി പിടിക്കുമ്പോൾ അവിടെ വെള്ളം പൊങ്ങും, അപ്പുറത്തെ സൈഡിൽ ഞെക്കി പിടിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ പൊങ്ങും. ആ കാണിച്ചു തരാം. ഡിഫറെൻറ്റ്. ആ വാ, ഇപ്പൊ കണ്ടോട്ടോ. അതെ ഇത് കണ്ടോട്ടോ. ആടാ പ്രണവ് അവിടെ കേടാ. അതെ അവിടെ വെക്കുമ്പോൾ ഇവിടെ വെള്ളം പൊങ്ങും. വേണ്ട അഞ്ഞി നീ അവിടെ ഞെക്കിക്ക്, അവിടെ നിന്ന് മുക്കണം വിട്ട്. അപ്പോൾ അവിടെ വെള്ളം പൊങ്ങും. അപ്പൊ രണ്ട് സ്ഥലത്ത് അടച്ചു വെച്ചാൽ എന്ത് സംഭവിക്കണേ? അയ്യോ തീർഥാനം. ഓ 3 സ്ഥലം നേടാ. എടുത്തരും. പിന്നെന്താ പൊളപ്പൻ ഫോട്ടോസ് എടുത്ത് തരും. പൊളപ്പൻ ഫോട്ടോസ് ആയിരിക്കും സുഹൃത്തുക്കളെ. ഇത് കണ്ടോ? ഫുള്ള് 2 സൈഡിൽ കൂടെ വാളിൽ കൂടെ ഇങ്ങനെ ഗാർഡൻ പോലെ സെറ്റ് ചെയ്ത് കിട്ടില്ല സംഭവമാണേ. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഇത് ശരിക്കും വേർത്താണ് കേട്ടോ. €12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി വേർത്ത് ഇറ്റ്, അങ്ങനെ തന്നെ പറയണം.
ഇവിടുന്ന് ഞങ്ങൾ ഇനി താഴത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. ഇവിടുന്ന് കുറേ ഉണ്ട്, ഇത് കുറച്ചൊന്നും അല്ല, കുറച്ച് അധികം ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഇത് ചെറിയൊരു സംഭവമല്ല. ഇതാ ഇവിടുത്തെ മെയിൻ സംഭവം. എൻ്റെ മോനെ പോളി സാധനം ഇവിടെ ഇതൊക്കെയാണ്. ഇവിടെയാണ് ഇരിക്കേണ്ടത്. നൈസ് സ്ഥലം. ഓക്കെ, എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ, എത്ര അടിപൊളിയായിട്ട് ഇവർ അറേഞ്ച് ചെയ്തേക്കുന്നു നോക്കിയേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 16-ാം നൂറ്റാണ്ടിൽ ബിൽഡ് ചെയ്ത ഒരു സംഭവമാണ് ഇത്. ആ സംഭവത്തിൽ ഉള്ള ഒരു ഫൗണ്ടൈനാണ് ഇത്. എത്രാമത്തെ ഫൗണ്ടൈനാണ്, ഇതിൻ്റെ പേരെന്താണെന്നും എനിക്കറിയത്തില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ നമുക്ക് നോക്കാം. പക്ഷേ ഇതൊരു കാണേണ്ട സംഭവം തന്നെ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ വെറുതെ വേറെ ലെവൽ സംഭവം. മൂഡ് കണ്ടോ, കണ്ടില്ലേ ബാക്കിൽ കിട്ടിയില്ല സംഭവം, രക്ഷയില്ലാത്ത സംഭവമാണ്. നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല. 16 അടിക്കടയല്ലേ, നമുക്ക് അടിക്കടന്ന് കയറിയാലോ, ബാ. അപ്പോൾ ഇതിൻ്റെ അടിക്കട ഈ വെള്ളം ചാറിൻ്റെ ഉള്ളിക്കട നടക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിക്കട ഒന്ന് കയറാമെന്ന് ഓർത്തിട്ട് ബാ. വെറുതെ വേറെ ലെവൽ സംഭവം, ഒരു രക്ഷയില്ലാത്ത സംഭവം. സീൻ എന്ത് ഭംഗിയല്ലേ, നിങ്ങൾ നോക്കിയേ. ഇവിടെ നിന്നൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മനോഹരമായിട്ടുള്ള സംഭവം നോക്കി. എടി ഇത് 16-ാം നൂറ്റാണ്ടിൽ ബിൽഡ് ചെയ്താന്ന് ആലോചിക്കണം. അയ്യോ, ഇതിൻ്റെ മേളിൽ കൂടെയാണ് ആ വെള്ളം വന്ന് ഒഴുകി മേളിൽ നിന്ന് താഴത്തേക്ക് ചാടുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഓരോ ചെറിയ ഗ്യാപ്പിൽ കൂടെ അവർ കുഞ്ഞു ഫൗണ്ടൈൻ പോലെ ക്രമീകരിച്ചേക്കാണ്. എത്ര മനോഹരമാണെന്ന് നോക്കിയപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇവിടെ ഒരാൾ കിട്ടണം, നമുക്ക് പയ്യെ അങ്ങോട്ടേക്കൊന്നും പോവാം. ഇവിടെ എന്താണെന്ന് അറിയത്തില്ല, ഇവിടെ എന്ത് സംഭവം. സീൻ സ്ഥലം നല്ല മോനെ. ഇതൊരു കാഴ്ച തന്നെയാണ് കേട്ടോ, ഇത് വേറെ ലെവല് കാഴ്ചയാണ്. ഇത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാഴ്ചയല്ല. വെള്ളത്തിൻ്റെ സൗണ്ടാണ് ഫുള്ള്. ഇതെന്ത് സംഭവമാടാ, പമ്പാണോ, പ്യൂരിഫയർ ആയിരിക്കും അല്ലേ, വാട്ടർ പ്യൂരിഫയറാണ്, എന്ത് സാധനമാണ് എന്താണെന്ന് അറിയത്തൊന്നുമില്ല. വേറെ ലെവൽ എന്ത് ഫീലാണെന്നറിയാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഭയങ്കര ഒരു നേച്ചർ ഫീലിംഗ് അല്ലടാ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ. വെറുതെ മൂടേ ഇത് സംഭവം ഇല്ലില്ല. എന്ത് സംഭവം കണ്ട, ചെറുതാർന്ന് കയറി പോണായിരുന്നു. അതുപോലെ ഇവിടെ എന്താ വെള്ളമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഒരു വാൾവാണ്, എന്ത് സാധനമാണ്, എന്തെല്ലാം ഷട്ടർ വർക്കാണ്. ഈ വെള്ളം ഇതിൻ്റെ അടിയിട്ട് തന്നെ പോകണ്ടേ കണ്ടോ. ഈ വെള്ളം ഇതിൽ തന്നെയാണ് പോകുന്നത്. മൂട് പൊളി സാധനം. നമ്മൾ ആ മെയിൻ വലിയ ഫൗണ്ടൈൻ്റെ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും പുറത്തോട്ട് ഇറങ്ങിയാണ് കേട്ടോ. ഇനി ഇവിടെ വലിയ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഈ വില്ലദേശത്തിലെ മെയിൻ ഗാർഡനും സംഭവങ്ങളൊക്കെ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഇതുപോലെ ഇറ്റലിയിലേക്ക് ടൂറിസ്റ്റ് വിസയിലോ ഇങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് 1 ഡേയിൽ 1 അവർ കൊണ്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ തിവോളി എന്ന് പറയുന്ന ഈ സ്ഥലം. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12 യൂറോ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കാണാവുന്ന സംഭവം മൊത്തം നിങ്ങൾക്ക് ചുറ്റി കാണാനായിട്ട് സാധിക്കും. കണ്ടല്ലേ, അപ്പോൾ ഇതാണ് നമ്മൾ ഗാർഡനിലായിട്ട് ഓൾമോസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ഇതാണ്. ഇവിടെയൊക്കെ താഴെ കംപ്ലീറ്റ് ഫൗണ്ടൈൻസാണ്. എൻ്റെ പൊന്നെ, എത്ര ഫൗണ്ടൈനാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ തീരത്തില്ല, അത്രയും ഫൗണ്ടൈൻസ്. എന്താ മോനെ, താഴത്തേക്ക് ഇറങ്ങണല്ലേ? അതെയല്ലേ, ഓക്കെ, താഴത്തേക്ക് പോടാ. ഇവിടെ എന്തോ സംഭവം ഉണ്ടല്ലോ, ഇതൊന്ന് കണ്ടിട്ട് പോവാ എന്താന്നുള്ളത്. ഇതെന്ത് സംഭവം ഒരു പിടിയില്ല. ഇത് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ഫൊന്താന ദെൽ ഓർഗാനോ, ഫൗണ്ടൈൻ ഓഫ് ദി ഓർഗൻ. ഓ എന്ന് വെച്ചാൽ എന്താ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഓർഗൻ ആണോ ദിസ്? ഫൗണ്ടൈൻ ടേക്സ് ഇറ്റ് നെയിം ഫ്രം ദ ഹൈഡ്രോളിക് സൗണ്ട് വേവ്സ് ദാറ്റ് വെയർ ഓൾറെഡി ഫങ്ഷനിങ് ഡ്യൂറിങ് ദ വിസിറ്റ് ഓഫ് പോപ്പ്. 1572 എൻ്റെ മോനെ, 1772 ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനമാണിത്. പൊന്നോ മോനെ, സീൻ സംഭവം കൊള്ളാം. അപ്പോൾ ഞങ്ങളിത് ഇതിൻ്റെ ഫുള്ളത്തെ സ്ഥലത്തേക്കൂടെ പിന്നെ നടന്നുകൊണ്ടിരിക്കണതാണ്. ഞങ്ങൾക്ക് എന്താ പറഞ്ഞാൽ അടുത്ത താഴത്ത് ഇത് കുറേ ഉണ്ട് കേട്ടോ. ഞങ്ങൾ
മേളിൽ നിന്ന് തട്ടായിട്ട് എത്ര വട്ടം ഇപ്പോൾ താഴ്ത്തേക്ക് ഇറങ്ങി, ഇനിയും താഴ്ത്തേക്ക് കിടക്കുവാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയത്. അപ്പോൾ എത്ര വലിപ്പവും വിസ്താരമുള്ള ഒരു സംഭവമാണ് ഇതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. നമ്മൾ വിചാരിക്കുന്നതല്ല, നമ്മുടെ എക്സ്പെക്റ്റേഷനിലുള്ള സംഭവത്തിനേക്കാളും വലിയ ഒരു സംഭവമാണെന്നാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ എന്താടാ, ഇവിടെയൊക്കെ ഇതുപോലെ തന്നെ ഓരോ രൂപങ്ങളും ഓരോ സ്കൾപ്ചേഴ്സും അല്ലേ. ഇതെന്താ ഡ്രാഗണിൻ്റെ സ്കൾപ്ചേഴ്സിലടാ വലിയ ഫൗണ്ടൻ ഇതൊരു വേറൊരു ഫൗണ്ടൻ. അതിൽ ഡ്രാഗണാണോ കുതിരയാണോ എന്താ സംഭവം അത്? അതന്നെ നമ്മൾ ഇതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ ഉള്ളിൽ കയറി ടൂർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും എന്ന് വെച്ചാൽ ഓരോ ഫൗണ്ടൈനാണെങ്കിലും ഏത് സ്ഥലമാണെങ്കിലും എല്ലാത്തിനെയും അതുപോലെ തന്നെ മാർക്ക് ചെയ്ത ഡീറ്റെയിൽഡായിട്ട് ഇവരത് ഇത് കണ്ടോ. ഈ കുത്തു ആക്കി സംഭവം ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഇത് ആൽഫബറ്റാണ്. അല്ല, അത് നമ്മുടെ മറ്റേ കണ്ണാണാത്തവർക്ക് തൊട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ. ഇത് ആൽഫബറ്റാണ്, എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, അത് തന്നെ ശരിയാ കണ്ണ് കാണാത്തവർക്ക് വായിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം. അപ്പോൾ അത് മാത്രമല്ല, ഇതുപോലെ എല്ലാ ഫൗണ്ടൈൻസിനെ പറ്റി എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്കിത് ഇവിടെ ഇതുപോലെ പല ബോർഡുകളിലും പ്ലക്കാർഡ്സ് പോലെയൊക്കെ ആയിട്ട് ഇതുപോലെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇത് എന്താണ് അത് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഫൗണ്ടൈനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ദാഹിക്കുവാണെങ്കിൽ ഇത് ഡ്രിങ്കിങ് വാട്ടറുകളാണ്. അക്വാ പോർട്ടബിലെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ വെള്ളം കുടിക്കാം. വേണമെങ്കിൽ ഞാനൊന്ന് കുടിച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിന് വേറെ അടപ്പ് സംഭവമില്ല. ആഹാ, അടിപൊളി. വെള്ളം വേണോ? കുറച്ച് വെള്ളം കുടിച്ച് നമ്മൾ ഈ വെള്ളമായിരിക്കും ഇത് കുടിക്കാന്നുള്ള എഴുതി വെച്ചേക്കണല്ലേ, അതായിരിക്കും. കല്ലട ഒന്ന് ആലോചിക്കും, എന്തോരം വെള്ളമല്ലേ. ഇതാണ്ട് ഇവിടുത്തെ വാഷ്റൂം. എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കിയടാ. തട്ടിക്കൂട്ട് സംഭവമാണെങ്കിലല്ലേ, തട്ടിക്കൂട്ട് സംഭവമാണ്. പക്ഷേ ഇതാണ് നമ്മുടെ വാഷ്റൂം കേട്ടോ. ഞാൻ കയറാൻ പോണേ. ഞങ്ങൾ വാഷ്റൂമിലൊക്കെ കയറി ഒന്ന് സെറ്റായിട്ട് ഇറങ്ങി. അങ്ങനെ മുഖമൊക്കെ ഒന്ന് മുഖം കഴിയില്ല, ജസ്റ്റ് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് മൂത്രമൊക്കെ കഴിച്ച് സെറ്റായിട്ട് ഇറങ്ങി. അപ്പോൾ നമുക്ക് പയ്യെ പുറത്തേക്ക് ഇറങ്ങാം. ബാത്റൂമിൽ കുഴപ്പമില്ല, നീറ്റല്ലേ. അല്ല, അപ്പോൾ ഞങ്ങൾ വീണ്ടും വെളിയിലേക്ക് ഇറങ്ങി സുഹൃത്തുക്കളെ. ഇനി ഇവിടുന്ന് താഴത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. സ്റ്റീപ്പിറക്കാണ് വന്ന് നിങ്ങൾ കാണേണ്ട സംഭവം തന്നെയുണ്ട്. ഇത് ചുമ്മാ വെറുതെ നമ്മൾ വാക്കുകൊണ്ട് പറയുന്ന സംഭവമല്ല. നിങ്ങളിപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്കൂടെ തന്നെ എത്ര നേരമായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതുവരെ തീർന്നിട്ടില്ല ഈ സംഭവം, ഇനിയും കിടക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട്. അതെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പലവരും ഇപ്പോൾ ഞങ്ങൾ 4 പറഞ്ഞ് 4 വഴിക്കും ആ രീതിയാണ്. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ ഇത് ഫൗണ്ടൈനായിരുന്നു തോന്നുന്നു. ഇത് ഫൗണ്ടൈനായിരുന്നു. അതിൻ്റെ അടിയിൽ മറ്റേ പൈപ്പിൻ്റെ എന്തൊക്കെയൊക്കെ സംഭവങ്ങൾ ഉണ്ടല്ലേ. ഇതൊക്കെ ശരിക്കും ചെന്നൊരാൾ ചാരി ഇരുന്നാൽ ചിലപ്പോൾ മറിഞ്ഞു വീഴുമായിരിക്കും അല്ലേ, ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും നടക്കാൻ കഴിച്ചു. ആ ഭാഗത്ത് നമ്മൾ ആദ്യം പോയിരുന്ന സ്പോട്ടാണ് കേട്ടോ, നൈസ് സ്പോട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് നടന്നിട്ട് അവിടെ എന്താണ്ടൊരു സാധനം കണ്ട് അതുകൂടെ എന്താണെന്ന് പോയി നോക്കിയിട്ട് വരാം. കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ. നമ്മൾ വെറുതെ വണ്ടർ അടിച്ച് പോകും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1500 സംതിങ് കാലഘട്ടത്തിലാണ് ആ ഫൗണ്ടൈൻ അവിടെ നിർമ്മിച്ചതെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. 1500 സംതിങ് എന്നൊക്കെ പറയുമ്പോൾ എത്ര വർഷങ്ങൾക്ക് മുന്നെയാണ്? 500 സംതിങ് വർഷത്തോളമായി. എന്തായാലും ഒന്ന് ആലോചിക്ക്, സംഭവം തന്നെയാണ്. നമ്മൾ അതൊക്കെ നമ്മൾ ഇതുവഴി കൂടെ എത്ര ആളുകൾ നടന്നിട്ടുണ്ടാവും ആ കാലഘട്ടത്തിൽ. അതിലൂടെ തന്നെയല്ലേ നമ്മളിപ്പോൾ നടക്കണേ അല്ലേ. ഇവിടെ എന്തോ ഒരു സാധനമാണ്. ഇത് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് എനിക്കിപ്പോഴും ഒരു ഐഡിയ ഇല്ല. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് 1611 ബിൽഡ് ചെയ്താണ്. 1611 ബിൽഡ് ചെയ്ത ഫൗണ്ടൈനാണ് ഫൊന്താന ദി ഡയാന എഫെസിയ. എന്താണ് ഇത്? ഫൗണ്ടൈൻ ബിൽഡ് 1600 റീലൊക്കേറ്റിംഗ് ദ സ്റ്റാച്യു ഓഫ് ഡയാന ഓഫ് എഫെസിസ് സ്കൾപ്ചർ ജിലീസ്. അയ്യോ, ആ സമയത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്ന സംഭവമാണ്. എന്തൊക്കെ മീനിങ്സ് ഉണ്ട് ഇത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മറ്റേ ഭദ്രകാളിയുടെ ഒക്കെ ആ ഒരു സംഭവം പോലത്തെ ഒരു രീതിയിലല്ലേ, മനസ്സിലായില്ല? ആ രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്ന തരത്തിലുള്ള അത് ഇവിടുത്തെ എന്താണ് ഗോഡസാണോ എന്താണോ എന്ന് എനിക്കറിയത്തില്ല. ഡയാന എഫെസിയ എന്നാണ് എഴുതിയേക്കണേ. എന്താണ്? 1 of the 7 wonders of the world. അതെ, ഇത് 1 of the 7 wonders of the worldലുള്ള ഒരു സാധനമാണ്. എൻ്റെ മോനെ ആടെ എഴുതി വെച്ചേക്കണം ഇവിടെ. 1 of the 7 wonders of the world.
ടിപ്പിക്കൽ ഓഫ് ദ ഡയന ഫ്രം ദ ഏൻഷ്യൻ ടെമ്പിൾ ഓഫ് FSS. എടാ FSS ഏൻഷ്യൻ ടെമ്പിളാണ്. FSS നമ്മൾ സോഷ്യലിലൊക്കെ പഠിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ സോഷ്യലിലൊക്കെ നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. ആ സംഭവമാണിത്. ഓക്കെ, അത്യാവശ്യം കബീച്ചോ ഇപ്പോഴാണ് മനസ്സിലായത്. വൺ ഓഫ് ദ 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡിൽ ഇത് ഫൗണ്ടെയിനുകളിൽ വൺ ഓഫ് ദ 7 വണ്ടേഴ്സിലായിരിക്കും ഇത് സംഭവം. മനസ്സിലായില്ലേ? 7 ഫൗണ്ടെയിനുകളിൽ ഉള്ള സംഭവമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് അല്ലാതെ നമ്മൾ, കാരണം നമുക്കെല്ലാവർക്കും അറിയാം താജ്മഹൽ, കൊളോസിയം, പിരമിഡ് അല്ലേ, നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ ഈ ഒരു സംഭവം ഇൻക്ലൂഡഡ് ആയിട്ട് കണ്ടിട്ടില്ല. അപ്പം 7 മറ്റേ ഫൗണ്ടെയിനുകളിലെ ഒരു ഫൗണ്ടെയിൻ അപ്പോൾ ഇതാണെന്നാണ് പറയുന്നത്. വൺ ഓഫ് ദ 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡിൽ. കൊള്ളാം. അതങ്ങനെയായിരിക്കും, ചിലപ്പോൾ അത് പോയതായിരിക്കാം. ഒരു കൈ ഇല്ല അല്ലേ? ഓക്കെ, ശരിയാ. ഈ ഇതിൽ കാണുന്ന പോലെയാണ്. ഇതാണ് കേട്ടോ അപ്പോൾ ഒറിജിനൽ റിയൽ ആയിട്ടുള്ള ഇത്. അപ്പോൾ ഇതിൽ കുറച്ച് പഴക്കവും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്ന സംഭവം. മനസ്സിലായില്ലേ? അപ്പോൾ അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് കഴുത്തിൽ ഇട്ടേക്കുന്ന ആഭരണങ്ങളെ പറ്റി വരെ കൊടുത്തിട്ടുണ്ട്. കൊള്ളാന നെക്ലേസ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇത് ഈ കാണുന്ന സംഭവത്തിനൊക്കെ അതൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കൊള്ളാമല്ലേ? നമ്മൾ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട്, ഞാൻ ഇപ്പോഴാട്ടെ ഇവിടെ ഈ സാധനം വന്ന് കണ്ട് ഇതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഫൗണ്ടെയിൻസ് ഇതാണ് വൺ ഓഫ് ദ 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് എന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലായി. എനിക്കറിയത്തില്ലായിരുന്നു, ഞാൻ ഇപ്പോഴാണ് അറിയണത്. കൊള്ളാം. ഇവിടുത്തെ ശരിയാ പറയണോ, ഞങ്ങളിവിടെ സംസാരിക്കാറുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് അവരുടെ അടുത്ത് ഒളിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ സാറ്റൻ സീറ്റ് കളിക്കത്തില്ലേ? അപ്പോൾ ഇവിടെ വളർന്ന പിള്ളേർക്കൊക്കെ സാറ്റൻ സീറ്റ് കളിക്കാൻ ഭയങ്കര രസമായിരിക്കും അല്ലേ? കാരണം എത്ര ഇതാണ് ഒളിച്ചിരിക്കാനും എല്ലാത്തിനും ഇഷ്ടം പോലെ സ്പേസും കാര്യം ഒരു രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ജയിക്കണവർ എൻ്റെ മോൻ ഏതാടാ? നമുക്ക് അവിടുത്തെ വ്യൂ ഒന്ന് കാണാം. കാരണം മൂട് സ്ഥലമാണ് കേട്ടോ, ഒന്നും പറയാനില്ല കാര്യത്തില്ലല്ലേ. കില്ലർ സ്ഥലം. 12 യൂറോ വേർത്താണ്. 12 യൂറോയിൽ എനിക്ക് ഒരു നഷ്ടം സംഭവിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. 12 യൂറോ കംപ്ലീറ്റ്ലി വേർത്തോ ആണ് നമുക്ക് കയറി കാണാൻ വേണ്ടിയിട്ട്. നല്ല വെയിലുണ്ടല്ലേ, കണ്ണാടി എടുത്തേക്ക്. അല്ലടാ, ഇത് മുന്തിരിയാണ്. ഇത് ഇവിടെ താഴെ വന്ന് നമ്മൾ ഇപ്പോൾ കംപ്ലീറ്റ് കൃഷി സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് നോക്കിയേ, കീഴിലെ സംഭവം. ഇത് ഫുള്ള് മുന്തിരിയാണ് ഈ താഴെ കാണുന്നത്. ഇത് കംപ്ലീറ്റ് മുന്തിരി തോട്ടങ്ങളാണ്. അങ്ങോട്ടാണ് കാണേണ്ടത്. എത്താണ് വ്യൂ മോനെ അല്ലേ? യുനെസ്കോ അല്ലെങ്കിൽ ഡ്രോൺ പറപ്പിക്കാം. യുനെസ്കോ ഇത് ഈ സൈറ്റ് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നമുക്കിവിടെ ഡ്രോണ് ഷോട്ട് കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഇല്ലെങ്കിൽ നമുക്ക് സ്പെഷ്യൽ പെർമിഷനോ കാര്യങ്ങളെല്ലാം വേണം. അതുകൊണ്ട് നമുക്ക് ഡ്രോൺ ഷോട്ട്സോ കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. കാരണം സംഭവം കാര്യം പറഞ്ഞാൽ അടിപൊളി എല്ലാം ഓക്കെയാണ്. പക്ഷേ എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ജയിലിൽ കിടക്കാൻ ജസ്റ്റ് ഒന്ന് ജയിലിൽ കിടന്നാൽ മതിയെന്ന്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഡ്രോൺ പറപ്പിക്കാൻ പറ്റാത്ത സങ്കടവുമായി ഞങ്ങൾ തിരിച്ച് റിട്ടേൺ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അടിപൊളി. എന്തായാലും നിങ്ങൾ ഇറ്റലി വിസിറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്പോട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യും അല്ലേ. വിൻ്ററിൽ ഇച്ചിരൂടെ പൊളിയായിരിക്കും. ഇപ്പോൾ നമ്മൾ വിൻ്റർ സ്റ്റാർട്ടിംഗ് ആണ്, അത് കാരണം ചെറിയ തണുവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ നല്ല തണുപ്പ് വൺസ് സ്റ്റാർട്ടായി കഴിഞ്ഞ് ഒരു ഡിസംബർ ടൈമിലൊക്കെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. കാരണം രാവിലെ തന്നെ വന്ന് കയറാനായിട്ട് ശ്രമിക്കുക. അതെന്ന് വെച്ചാൽ ഈ ഒരു വ്യൂവും കാര്യങ്ങളെല്ലാം കണ്ട് വേറെ വൈബിൽ നിങ്ങൾക്ക് മൊത്തം എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലത്തെ വണ്ടികളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതായത് എങ്ങനെയാണ് ഇതിൻ്റെ സർവീസ് കാര്യങ്ങളൊന്നും എനിക്കറിയാൻ പാടില്ല. അപ്പം നടക്കാനൊന്നും വയ്യാത്തവർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ വണ്ടിയിൽ അവർ കൊണ്ടുപോയി മൊത്തം പോകും. പക്ഷേ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല രീതിയിൽ പേയ്മെൻറ്റ് ഉണ്ടാവാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഇത് എടുക്കാം. ചിലപ്പോൾ അത് ഗൈഡ് ടൂർ ഇൻക്ലൂഡഡൊക്കെ ആയിരിക്കും അതിനകത്ത്. എന്തെങ്കിലും വേറെ വ്യത്യാസങ്ങളുണ്ടാവും. ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയാൻ പാടില്ല. എനിവേ, നമ്മുടെ വില്ല ദേശത്തേലെ ഓൾമോസ്റ്റ് ടൂറ് കാര്യങ്ങളൊക്കെ ഫിനിഷായി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു, കയറി എല്ലാം കണ്ടു. 12 യൂറോയ്ക്ക് അങ്ങനെ നഷ്ടമൊന്നോ ഒന്നും പറയാനില്ല. കയറി കാണാനുള്ള കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ തന്നെയാണുള്ളത്. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് എക്സിറ്റിൻ്റെ അങ്ങോട്ടേക്ക് എത്തി ഇവിടെ നിൽക്കുവാണത്. ഇവിടെ ഒരു ഇതുപോലെ തന്നെ ഇതൊരു വലിയൊരു മണ്ടയിലാണ് ഈ സംഭവിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ താഴെയാണ് ഇതുപോലെ ഇല്ല ഓരോ തട്ടായിട്ട് താഴ്ത്തിട്ട് കിടക്കണം. ഇതൊക്കെ ഇതിങ്ങനെ കിടക്കുവാണ് അങ്ങനെ താഴ്ത്തേക്ക്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. ചാവോ ചാവോ.